നമ്മുടെ ഇരുമ്പുളി കായ്ച്ചു കിടക്കുക കണ്ടോ. കുറേ ഉണ്ടായിരുന്നു, കുറേ താഴെ വീണ്. ഇനി ഇത് നമുക്ക് പറിച്ച് അച്ചാറിടാം. നമ്മുടെ ഇരുമ്പുളി പിടിച്ചു കിടക്കുന്ന കണ്ടോ, ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു, അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തു. അപ്പോൾ അവർ അച്ചാറിട്ടിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു വെറൈറ്റി അച്ചാറായിട്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെ അച്ചാറിട്ടെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറിച്ച് ഞാനൊന്ന് അച്ചാറിടട്ടെ. അപ്പോൾ ഇതേണ്ട ഞാൻ പറിച്ചെടുത്ത് കണ്ട. അപ്പോൾ ഇതുപോലെ മറ്റുള്ളതും കൂടെ പറിച്ചെടുത്ത് നമുക്ക് ഫ്രഷായിട്ട് അച്ചാറുണ്ടാക്കാം. നമ്മുടെ ഇരുമ്പുളി പറിച്ചുകൊണ്ട് വന്നതെല്ലാം ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി തുടച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. കഴിവതും സ്റ്റീൽ പാത്രവും അലൂമിനിയം പാത്രവും പുളിയുള്ള സാധനം കട്ട് ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് ഇളക്കി അടച്ചു മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്കെടുക്കാം. പുളി മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് ഇളക്കി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അടച്ചു മാറ്റി വെക്കാം. ഇരുമ്പുളി അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ട് 15 മിനിറ്റായി. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം ഇതിനകത്തെ കാരമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഉപ്പൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിലെ കാരവും ഉപ്പുവെള്ളവും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുത്ത് ഈ വെള്ളം അങ്ങ് കളയാം. അപ്പോൾ പുളിയെല്ലാം ഇനി എടുക്കാം. അപ്പോൾ പുളിയിൽ നിന്ന് ഇറങ്ങിയ കാരവും ഉപ്പുവെള്ളവും ഇത്രയുണ്ട്. അപ്പോൾ ഇത് നമുക്കങ്ങ് കളയാം. നമുക്ക് ഈ ചട്ടിയിൽ വേണം അച്ചാറിടേണ്ടത്. പുളി അരിച്ചെടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിനുള്ള കാര്യങ്ങൾ എടുക്കാം. അപ്പം നമ്മുടെ ആ ഉപ്പുവെള്ളവും പുളിയുടെ കാരവും കളഞ്ഞിട്ട് ചട്ടി നല്ലതുപോലെ കഴുകി തുടച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചട്ടിയിലാണ് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. ഇരുമ്പുളി അച്ചാറിന് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് കുറച്ച് കൂടുതൽ എടുക്കാം. ഞാനൊരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്രയും പുളി അച്ചാറിടുന്നതിന് വേണ്ടി. അപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, 8 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് കായം വേണം, ഉലുവാപ്പൊടി വേണം, പിന്നെ മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ ഇതെല്ലാം പാകത്തിനിട്ട് കാണിക്കാം. ആദ്യം നമുക്ക് ചട്ടി അടപ്പിലോട്ട് വെക്കാം. ചട്ടി അടപ്പ വെച്ചു, ഫ്ലെയിം ഓണാക്കി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അച്ചാറിന് ഞാൻ കൂടുതലും എള്ളെണ്ണയോ കടുകെണ്ണയോ ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. കടുകെണ്ണ ചട്ടിയിലൊഴിച്ച് നല്ലതുപോലെ എണ്ണ ചൂടാവുന്നുണ്ട്. ഇനി കുറച്ച് കടുകിട്ട് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ആ ഒരു പച്ച മണം അങ്ങ് മാറും. അത് കഴിഞ്ഞ് കടുകിട്ട് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അതൊന്ന് മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മൂക്കുന്ന വരെ ഇളക്കി കൊടുക്കണം. കാരണം ഇതിൻ്റെ ജലാംശം നിൽക്കരുത്. ജലാംശം ഉണ്ടെങ്കിൽ അച്ചാർ പൂക്കും. നല്ല ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. പച്ചമുളകും കറിവേപ്പിലയും നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കിടന്നൊന്ന് മൂക്കട്ടെ. പച്ചമുളകും കറിവേപ്പിലയും നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴവട്ടെ. ഇഞ്ചി വെളുത്തുള്ളി മൂക്കണ്ട, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി.
ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് കായം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കണം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, കൂടുതൽ വേവിക്കരുത്. ഇത് വരിക്കപ്പുളി അധികം ഉടഞ്ഞു പോകത്തില്ല. ഒരുപാട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ജോലിക്കാർക്കൊക്കെ പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തണുത്തതിന് ശേഷം കുപ്പിയിൽ ഇട്ട് വെക്കാം. അപ്പം ഇത്രയും ആക്കി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി തണുത്തതിന് ശേഷം കുപ്പിയിൽ ഇട്ട് വെച്ച് നല്ലതുപോലെ അടച്ച് വെക്കണം. നല്ല സീൽ പാക്കായിരിക്കണം, അല്ലെങ്കിൽ ഇത് ചീത്തയാവും. അപ്പം നനഞ്ഞ സ്പൂൺ കൊണ്ട് എടുക്കരുത്, എപ്പോഴും ഉണങ്ങിയ സ്പൂൺ കൊണ്ടേ എടുക്കാവുള്ളൂ.